ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു ചാലഞ്ചാണ്. നമ്മൾ 5 മിനിറ്റ് കൂടുന്നോരും നമുക്ക് ഓരോരോ സൗകര്യം കുറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം നമുക്ക് ഒന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് തൊടാം, എല്ലാം തൊടാം കേട്ടോ. അപ്പം എല്ലാം തൊടാം. ഇനി നമ്മൾ ആ ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും അതിന് നമുക്ക് ആ സൗകര്യം കുറയും അല്ല. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം 6:45 6:50 നമുക്ക് നേരെ അടുത്ത സൗകര്യം, നല്ല വൃത്തിക്ക് വലിയ സൗകര്യം കുറക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണം തൊടാം. പക്ഷേ എങ്കിൽ ഒരു സാധനം തൊടാൻ പാടില്ല. ബെസ്റ്റ് സാധനമാണ് തൊടാൻ പാടില്ലാത്തത്. ഞാൻ പറയാൻ പറ്റാ പക്ഷേ പറയട്ടെ ഗൈസ്. അപ്പം നമുക്ക് അപ്പൂസ് പറഞ്ഞുതരും കേട്ടോ എന്താണ് ഫസ്റ്റ് തന്നെ ഇല്ലാണ്ടാക്കുന്നത്. ഫുഡ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞു. ഇനി വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞ്. അല്ല, 5 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. ശരിക്കും 5 മിനിറ്റ് ആയില്ല. നമ്മൾ തുടക്കത്തിന് വേണ്ടിയിട്ടൊന്ന് മൈനസ് ആക്കിയതാണ്. ഇതൊക്കെ തൊടാ, ഫുഡ് ഇതെല്ലാം തൊടാ കേട്ടോ. ഇപ്പൊ ഇരിക്കേണ്ടടുത്തല്ലേ ഇരുന്നോ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമുക്കിതില് ഒരു റൂളുണ്ട്. നമ്മൾ സൗകര്യം കുറയുന്ന സമയത്ത് പറയുമ്പോൾ ആ സൗകര്യം, ഇപ്പോൾ നമ്മൾ കിടക്കല്ലേ ഇരിക്കുന്നത്, ആ സൗകര്യം കിടക്കയാണ് സൗകര്യം മൈനസാക്കുന്നതെങ്കിൽ കിടക്കയെന്ന് അവർക്ക് എണീക്കാൻ കഴിയില്ല. മീൻസ് അതേപോലെ എന്ത് സാധനം നിങ്ങൾ ഇപ്പോൾ തൊടുത്ത് നിൽക്കുന്നോ ആ സമയം 5 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അതിൻ്റെ അപ്പുറം സ്റ്റെക്കായാൽ നിന്നോളാം. അത് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഹാർട്ടുള്ളത് അല്ല പുസേ 5 ഓക്കെ 5 ഹാർട്ടുള്ളത് 5 ഹാർട്ടുള്ളത് അതിലൊരു ഹാർട്ട് മൈനസ് ആവുന്നു, പൊട്ടി തകരുന്നു. എല്ലാം തൊടാൻ പോവാണ് അപ്പൂസ്. തൊടേണ്ട സമയത്ത് തൊടാ കേട്ടോ. ശരി, ഇനി നമുക്ക് ആകെ ഒരു 3 മിനിറ്റ് ബാക്കിയുള്ളൂ ഗൈസ്. വീണ്ടും 3 മിനിറ്റ് അപ്പൂസേ. അടുത്ത സൗകര്യം കുറയാനുള്ള സമയം ആവാൻ പോവുകയാണ് ഗൈസ്. നമ്മളെ സമയം അവിടെ ഉണ്ട്, കാണിച്ചു തരാം. എല്ലാം തൊടുകയാണോ? സമയം കണ്ടോ ഗൈസ്? 6:50. എല്ലാം തൊട്ടു. എൻ്റെ അനിയൻ കാണുന്നതാണ്. ഇതാ നമ്മളെ സമയം അങ്ങനെ ആയിക്കൊണ്ട് അടുത്തോണ്ടിരിക്കുകയാണ്. 1 2 ഒന്നും തൊടണ്ട കേട്ടോ. 1 2 3 ഗായ്സ്. അപ്പം നമ്മൾ വീട് സൗകര്യം കുറക്കാൻ പോവാണ്. സൗകര്യം എന്താ നോക്കാം. പക്ഷേ ഇല്ല അതൊന്നുമില്ല. ഞാൻ പറയാൻ നോക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഞാൻ 2 കുറക്കാൻ പോവാണേ. 2 സാധനം ഓക്കെ ഗായ്സ്. അപ്പം നമ്മളെ അപ്പൂസ് പറയാൻ പോവാണ് ഇനി എന്താ 2 കുറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞോ. ഫുഡ് നേരത്തെ കുറച്ച്, ഇപ്പൊ ഇത് വാട്ടർ വെള്ളവും പിന്നൊന്നും കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആളുകള് മീൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ പാടില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമല്ല, ബാക്കി ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റിനെ തൊടാൻ പാടില്ല. ആരും തൊടാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി ടിവിയിലുള്ള ആളെ തൊടാം കേട്ടോ. നമ്മളില്ലേ ഇനി ഓരോരോ മിനിറ്റിൽ കുറക്കാൻ പോവാണ്. പക്ഷേ അപ്പം നമ്മൾ വീണ്ടും ടഫ് ആക്കാൻ പോവാണ്. ടഫ് സ്റ്റേജ് ആക്കാൻ പോവാണ്. സ്റ്റേജ് പോട്. സ്റ്റേജ് വരത്തിട്ടോ. എന്നാ ഇനി ഓരോരോ മിനിറ്റിൽ ഓരോരോ സൗകര്യം കുറക്കാൻ പോവാ. ഓരോരോ മിനിറ്റ് മിനിറ്റ്. ഇനി ഗൈസ് അത്ര മിനിറ്റ് സെക്കൻഡ് ആണല്ലോ കേട്ടോ. 1 മിനിറ്റ്. 1 2 3 യെസ്, നമ്മൾ 1 മിനിറ്റ് ആയി. നമ്മൾ അടുത്ത സൗകര്യം കുറക്കാൻ പോകുന്നത് ഇവിടത്തെ ടോയ്സ്, അലമാരി, ഇവിടത്തെ ഇത് കിടക്ക. നമ്മൾ 4 കുറച്ച്. അതൊന്നുമില്ല. ഈ റൂമില്ല. ഒരു സൗകര്യം കുറച്ചിട്ടുണ്ട്. ഈ റൂമിന്റെ അകത്ത് കേറാൻ കഴിയൂല. കൂട്ടാണ് ഇതിലൊക്കെ ഓരോരോ റൂമായിട്ട് കൂട്ടുകയാണ് നമ്മള്. ഇനി നമ്മൾ ഈ റൂം വാതിൽ പോലും തൊടാൻ പാടില്ല. വാതിലുണ്ടാവട്ടാണേ. ആ റൂമിന്റെ വാതില്
അവിടെ ഇരുന്ന് ഇരിക്കാൻ പറ്റുമോ നോക്കാച്ചോ ഇരുന്നു അങ്ങനത്തെ പെട്ടിയിൽ ഇരിക്കാൻ പാടില്ല നമുക്ക് അവിടെ പെട്ടിയില്ല അന്നവിടെ ഇരുന്നു അടുത്ത വർക്കിന്റെ സമയമായി ഇനി നമ്മള് ടി വി കാണുന്നത് കുറക്കണം ടി വി കാണാൻ പാടില്ല ടി വി തൊടാൻ പാടില്ല ടി വി കാണാൻ പാടില്ല ഈ സാധനം വരാൻ പാടില്ല ഈ സാധനം വരാൻ പാടില്ല മീൻസ് ലൈക്ക് കോനായിലും പോകാൻ പറ്റില്ല ഇതിലൂടെ വന്നു കഴിഞ്ഞാലാണ് കോനായി പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ലൈൻ ഇത് കടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടില്ല ഇല്ല ഇതിന്റെ അപ്പുറം വരാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ സമയം അടുത്ത ചേച്ചിക്ക ഒരു മിനിറ്റായി എടാ അടുത്ത വരാൻ പോകുന്നുണ്ട് അടുത്ത ഓരോരോ മിനിറ്റിലാണ് തുറക്കുന്നത് നമ്മള് ഇല്ല പക്ഷേ റെഡി 1 2 ആയി നമ്പർ 3 4 കഴിഞ്ഞ കഴിച്ച അടുത്ത ചേഞ്ചിങ് ആണ് ഇനി നമ്മള് ഈ റൂം പറ്റില്ല നമുക്ക് ലോക്കൊക്കെ ഇടാം എന്താ ലോക്കൊക്കെ ഉണ്ടേ നമുക്ക് ഇത് കൂട്ടാൻ കഴിയില്ല മേലെ അതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം ആ ലൈന് വരെ നമുക്ക് തൊടാൻ പാടില്ല ഈ സ്ഥലം തൊടാൻ പാടില്ല ഈ റൂം തൊടാൻ പാടില്ല ഈ റൂം തൊടാൻ പാടില്ല ഇനി അടുത്ത അടുക്കള തൊടാൻ പാടില്ല ഇനി അടുത്ത അതായിരിക്കും തിന്നണ്ട ഒക്കെ എടുത്ത് തിന്നോ ഇപ്പൊ വേണമെങ്കിൽ വേണ്ട വെള്ളം കുടിക്കാൻ പറ്റൂല ഇവിടെ തൊടാൻ കഴിയോ ഇല്ല തൊടാം അങ്ങനെയല്ല ഫുള്ള് കാല് വെക്കണം അങ്ങനെയൊക്കെ തൊടാം ഇങ്ങനെയൊക്കെ തൊടാം അടുത്ത 6 7 8 9 ഇനി അടുത്ത തീരാക്കാൻ പോണ് അടുക്കള പോയിട്ടുണ്ട് അടുക്കള നമുക്ക് അടക്കേണ്ട ആവശ്യമില്ല അമ്മമ്മക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് ഇനി നമ്മൾ അടുത്തൊരു വെറൈറ്റി സാധനമാണ് ക്ലോസ് ആക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എങ്ങനെയല്ലോ ഇത് ഇവിടെ വേണം നിൽക്കാൻ നമുക്ക് പക്ഷെങ്കിൽ ഇനി മുതൽ ഇതൊന്നും ഉണ്ടാവില്ല നോക്കി ആലോചിച്ചോ നമുക്ക് ഇരിക്കാം കേട്ടോ കുറച്ചേരത്തേക്ക് ഇനി നമ്മൾ കുറക്കാമെന്നൊരു സാധനം ഇവരോട് പറയണ്ട കേട്ടോ നമുക്ക് ഇവരോട് ഈ സമയമായി പറയാം ഇനിയും വീണ്ടും കുറയാൻ പോവാണേ ഞാൻ പറയുന്ന മുമ്പ് എനിക്കൊന്ന് ഗൈസ് ആ സ്ഥലത്തൊന്ന് പോയിട്ട് വരണം അന്ന് പോയിട്ട് വരുന്നേ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഗൈസ് അപ്പം നമ്മൾ എങ്ങനെയല്ലോ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ ചാടത്തുനിന്ന് ഞാൻ ശരിക്കും നോർമലായി ചാടുന്ന പോലെ ചാടിയതായിരുന്നു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പോയി നമ്മൾ ആ സമയമായോ ഇവിടെ സമയമായ സമയമായി ഗൈസ് നമ്മൾ സമയമായി കേട്ടോ മാറ്റാനുള്ളത് പറയാം നമ്മൾ അപ്പുച്ച റെഡി നമ്മൾ പറയാൻ പോണേ ബാത്റൂം ആണ് ലോക്ക് ചെയ്യാൻ പോകുന്നത് ബാത്റൂം പോകാൻ പറ്റും വീണ്ടും സമയം പോവുകയാണ് വീണ്ടും സമയം പോയി 44 45 46 47 48 49 50 51 52 53 54 55 56 നോക്കല്ലോ എവിടെയല്ലേ നോക്കാം ഇവിടെ നീ ഈ ലൈനിന്റെ അപ്പുറം കിടക്കാൻ പാടില്ല ആ സമയമായി കേട്ടോ സമയമായേ ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ബാത്റൂം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഇലക്ട്രിക് സാധനങ്ങളൊന്നും തൊടാൻ പാടില്ല അല്ല അത് കുഴപ്പമില്ല ഫോൺ നമുക്ക് എന്തായാലും കയറി പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കാം പിന്നെ ഈ വാച്ച് തൊടാൻ പാടില്ല അങ്ങനത്തെ അല്ല ഇലക്ട്രിക്കും ഇരുമ്പും ആയിട്ടുള്ള സാധനമാണ് ഇരുമ്പ് തൊടാൻ പാടില്ല ഇരുമ്പ് മീൻസ് നമ്മളെ ഡ്രൈപോഡ് തൊടാൻ പാടില്ല ഡ്രൈപോഡ് തൊടാൻ പാടില്ല കേട്ടോ പിന്നെ ജനൽ തൊടാൻ പറ്റില്ല പിന്നെ ഇരുമ്പ് ഗ്ലാസ് വേസ് തൊടാൻ കഴിയില്ല എല്ലാം തൊടാം അടുത്ത ടൈം അടുത്ത
അടുത്ത ടൈം ആവുമ്പോ പക്ഷേ സിമ്പല്ല അല്ല ഗൈസ് വാഷ് ചെയ്തോ കേട്ടോ. അയ്യോ വേണ്ടി പോയി. അടുത്ത സമയം നെക്സ്റ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഈ ഡൈനിങ് ടേബിൾ ഫുള്ള് ചെയർ തൊടാൻ പാടില്ല, ഒന്നും തൊടാൻ പാടില്ല. പിന്നെ അതിന്റെ അടുത്തുള്ള വണ്ടി ഇവിടെ ഇത് ക്ലോസ് ആയി. നമുക്ക് ഇതങ്ങോട്ട് ഉന്തി വെക്കാം കേട്ടോ. ഇതിന്റെ മേലെ ലൈൻ്റെ മേലെ ഈ ലൈൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാല് ഫോളോ ഇപ്പൊ ഇത് ക്ലോസ് ആയി, ഇത് ക്ലോസ് ആയി, ഇത് ക്ലോസ് ആയി, ഇത് ക്ലോസ് ആയി, ഇത് ക്ലോസ് ആയി. ഇതിന്റെ ഇങ്ങനെ എടുക്കാം കേട്ടോ. നമുക്ക് ഈ ബ്രൗണിലേക്ക് എടുക്കാൻ പറ്റില്ല, അടുത്ത ക്ലോസ് ആയതുകൊണ്ട് അങ്ങനെയല്ല ആക്കുന്നതിന് കുഴപ്പമില്ല. നേരെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പോകാം. ഇവിടുന്ന് കാണാം ഗൈസ് നമുക്ക് ടി വി കേട്ടോ. കുറച്ചേരം ഗൈസ് ഇവിടുന്ന് കാണാം. എന്തെല്ലാം കണ്ടാൽ മതി. ഇപ്പുറത്തെ യൂട്യൂബ് ആവശ്യങ്ങൾ അതിൻ്റെ അപ്പുറത്ത് പോകാൻ കഴിയില്ല നമുക്ക്. അയ്യോ ഭയങ്കര ഇടങ്ങാറാ ഗൈസ്. ഗൈസ് അപ്പം അടുത്ത മിനിറ്റ് ആയിട്ടോ. അടുത്ത മിനിറ്റ് ഇതാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇതല്ല. നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വേറെ ക്ലോസ് ചെയ്യാം നമുക്ക്. ലാസ്റ്റ് കണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭയങ്കര ഒന്നായിരിക്കും ഗൈസ്. ടൈൽസാ ക്ലോസ് ചെയ്യാൻ പോണേ. ഇപ്പൊ ഒന്നല്ല ക്ലോസ് ചെയ്യാൻ പോകുന്നത്, ഇനി കൊറേ ഉണ്ടല്ലോ. ഇപ്പൊ ഈ രണ്ട് ഓ അത് തൊടാൻ കഴിയില്ല മമ്മി. നമ്മുടെ വീട് എവിടെ? भैया क्या ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾവാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീരായി പൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാകമേ നൊന്താൽ വേറാരും വേണ്ടി നിന്നെന്മാര് ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് നിൽക്കുദിനമല്ലേ അണ്ണ എനിക്കണ്ട ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം അധ്യായം തുടക്കമയന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾവാഴ്ത്ത്